ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. കേച്ചേരി സ്വദേശി മുബാറക്കിന്റെ കാറാണ് അടിച്ചു തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ തുടരുന്നു. ശ്യാമള മുരളീധരൻ, സുബി ബാബു, ഷീന ചന്ദ്രൻ, ലാലി ജെയിംസ് തുടങ്ങിയവർ പരിഗണനയിൽ. തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ LDF മിന്നും വിജയം നേടിയതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ സജീവം. മേരി തോമസും KS ജയ എന്നിവർ പരിഗണനയിൽ. സ്വപ്നം സാക്ഷാത്കരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. തൃശൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായി കേരള വിഷൻ മാറിയെന്ന് മന്ത്രി രാജീവ്. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. നടപടി വൈകുന്നതിൽ പ്രതിഷേധവുമായി പരാതിക്കാർ. കാറളത്ത് BJPയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പ്രവർത്തകന് കുത്തേറ്റ സംഭവം. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തൃപ്രയാർ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. 21 ആനകൾ അണിനിരന്ന കാഴ്ചശീവേലി ഭക്തി നിർഭരമായി. വിശദമായ വാർത്തകളിലേക്ക്. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3 അംഗ സംഘം അടിച്ചു തകർത്തത്. കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മുബാറക്ക് കുടുംബമായി സഞ്ചരിച്ച കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ഗ്ലാസ് കല്ലുപയോഗിച്ച് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ബമ്പറിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ സജീവമായി തുടരുന്നു. കേവല ഭൂരിപക്ഷമായ 29 സീറ്റിനേക്കാളും 4 സീറ്റുകൾ മുൻതൂക്കമുള്ളതിനാൽ കോൺഗ്രസിന് ഭരണം എളുപ്പമാണ്. ഇത്തവണ വനിതാ സംവരണമായതിനാൽ സംഘടനാ രംഗത്തുള്ള 4 വനിതകളെയാണ് മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കോൺഗ്രസ് മത്സരിപ്പിച്ച 32 വനിതകളിൽ 19 പേരാണ് വിജയിച്ചത്. ശ്യാമള മുരളീധരൻ, അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ഡോക്ടർ നിജി ജസ്റ്റിൻ, ലാലി ജെയിംസ് എന്നിവരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക സമവാക്യം കൂടി നോക്കിയായിരിക്കും തീരുമാനം. ബൈജു വർഗീസ്, A പ്രസാദ് എന്നിവരെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഇത്തവണ LDFനെ കൈവിട്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അടക്കമുള്ള LDF നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അനുകൂലമായി മികച്ച വിജയം ജില്ലയിൽ ലഭിക്കുമെന്നും VS പ്രിൻസ് പറഞ്ഞു. തൃശൂരിൽ TCBയോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം കൂടിയാണ് ഈ വിജയമെന്നും VS പ്രിൻസ് പറഞ്ഞു. മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധിയാണ് വന്നിട്ടുള്ളത്. 30 സീറ്റുകളിലാണ് മത്സരം ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം 29 സീറ്റുകളായിരുന്നു. 1 സീറ്റ് വർദ്ധിച്ചു. 30 സീറ്റിൽ 21 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിവിധ ഡിവിഷനുകളിൽ ജയിക്കാൻ കഴിഞ്ഞുവെന്നുള്ള സന്തോഷമാണ് ആദ്യമായി ഞങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ളത്. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം കൂടിയായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലകളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളുമൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നല്ല മുന്നേറ്റമാണ് ജില്ലാ പഞ്ചായത്ത് നടത്തിയത്. അതിൻ്റെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലുണ്ടായി എന്നാണ് ഞങ്ങളതിനെ കാണുന്നത്.
ജില്ലയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ല രീതിയിൽ തന്നെ വിജയിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. അതിനിടെ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. ആദ്യ ടേമിൽ പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ നിന്ന് വിജയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസിനാണ് സാധ്യത. രണ്ടാം ടേമിൽ കയ്പമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച KS ജയയാണ് സജീവ പരിഗണനയിൽ ഉള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സ്വപ്ന സാക്ഷാത്കാരമായ TCV ടവറിന്റെ ഉദ്ഘാടനം നടന്നു. കേരള വിഷൻ മറ്റേതിനോടും കിടപിടിക്കാവുന്ന വിധം 1000 കോടി ടേൺ ഓവറുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. തൃശൂർ പൂത്തോൾ എക്സൈസ് അക്കാദമിക്ക് സമീപം 22,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഫോണുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് സംവിധാനത്തിലും സുത്യർഹമായ പ്രവർത്തനമാണ് കേരള വിഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശികമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം എല്ലാവരിലേക്കും ഈ കണക്ടിവിറ്റി എത്തിക്കാനുള്ള സാമൂഹ്യമായ ദൗത്യം സർക്കാരുമായി ചേർന്ന് കേരള വിഷൻ നിർവഹിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. ദീർഘകാലത്ത് അടുപ്പം എനിക്ക് കേരള വിഷനുമായിട്ടുണ്ട്. അങ്ങനെ മാറിയ കേരള വിഷൻ ഇന്ന് 1000 കോടി ടേൺ ഓവർ ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി മാറി. ഫോണുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് സംവിധാനത്തിലും സുദീർഘമായിട്ടുള്ള പ്രവർത്തനമാണ് കേരള വിഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രാദേശികമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ദൃശ്യ ആവിഷ്കാരത്തോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ കണക്ടിവിറ്റി എത്തിക്കാനുള്ള സാമൂഹ്യമായ ദൗത്യവും സർക്കാരുമായി ചേർന്ന് കേരള വിഷൻ ഏറ്റെടുത്തിരിക്കുമെന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ്. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ ഓഫീസ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു. പ്രാദേശിക സംസ്കാരത്തിന്റെ ഗന്ധമുള്ള പരിപാടികളും വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കാണ് പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടേതെന്ന് TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. മാധ്യമരംഗത്ത് വലിയ കേന്ദ്രീകരണ പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക കേബിൾ TV സംവിധാനം ഒരു ജനപക്ഷ ബദലായിട്ടാണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ആസ്ഥാന മന്ദിരത്തിലെ വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവർ ചേർന്ന് നാടമുറിച്ച് നിർവഹിച്ചു. തുടർന്ന് മെർലിൻ ഇന്റർനാഷണലിൽ നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ PB സുരേഷ്, സ്വാഗത സംഘം ചെയർമാനും COA ജില്ലാ പ്രസിഡന്റുമായ TD സുഭാഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, ന്യൂസ് മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, TCV ലിമിറ്റഡ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. TCV ടവറിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. TCV തൃശൂർ. സാംസ്കാരിക നഗരിക്ക് ആഘോഷരാവ് സമ്മാനിച്ച് TCV ടവറിന്റെ ഉദ്ഘാടന കലാസന്ധ്യ. ടെലിവിഷൻ താരങ്ങളുടെ മിന്നും പ്രകടനങ്ങൾ തൃശൂരിനെ കലാവിരുന്നൂട്ടി. കാവടിയും കഥകളിയുമെല്ലാമായി സാംസ്കാരിക നഗരിയുടെ പ്രൗഢിയും തലയെടുപ്പും തനിമയും വിളിച്ചോതുന്ന കലാപ്രകടന മികവ് കലാസന്ധ്യയ്ക്ക് മിഴിവേകി. ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രിയതാരങ്ങൾ കലാപ്രകടനങ്ങളുമായി വേദി നിറഞ്ഞതോടെ ആഘോഷാവേശം വാനോളമുയർന്നു. നടന മികവുമായി തൃശൂരിന് അഭിമാനമായ ശിവജി ഗുരുവായൂർ, യുവതാരം കൗശിക് ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തവും കലാരാവിന് കൂടുതൽ ചാരുതയേകി. ഞങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ
നമ്മൾ പറയുന്ന ശബ്ദങ്ങൾ വളരെ മികവോടെ മിഴിവോടെ നമ്മളെ കുടുംബങ്ങളിൽ എത്തിക്കുന്ന കേരള വിഷൻ. ഇപ്പോൾ ലക്ഷക്കണക്കിന് കേരള വിഷൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിലൊരാൾ തന്നെയാണ് ഞാനും. ഞാനും എൻ്റെ വീട്ടിലും കേരള വിഷൻ തന്നെയാണ്. സ്റ്റാർ സിംഗർ താരങ്ങളുടെ ആലാപന മാധുര്യം കലാനഗരിയെ സംഗീത സാന്ദ്രമാക്കി. ബിഗ് ബോസ് താരങ്ങളുടെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളും കലാവിരുന്നിന് മാറ്റുകൂട്ടി. കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പ് കൂടിയായ തൃശൂർ കോടന്നൂർ സ്വദേശി അനീഷും ഷാനവാസും ചേർന്നുള്ള അവതരണം ശ്രദ്ധേയമായി. നാടൻ പാട്ടുകളുമായി എത്തി പൂരനഗരിയെ പ്രകമ്പനം കൊള്ളിച്ച കലാഭവൻ സരികയുടെ പ്രകടനം ആസ്വാദകർ ഏറ്റെടുത്തു. ജിയോ സ്റ്റാറുമായി സഹകരിച്ച് നടന്ന കലാവിരുന്നിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL MD PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ എന്നിവരെ ജിയോ സ്റ്റാർ ഡയറക്ടർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സുനോജ് കുമാർ ആദരിച്ചു. ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി ജില്ലയിലെ 600ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന നിറഞ്ഞു കവിഞ്ഞ സദസ്സ് കലാവിരുന്നിന് സാക്ഷ്യം വഹിച്ചു. TCV തൃശൂർ. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. ഇതു സംബന്ധിച്ച് അന്വേഷണം നടന്നതിന്റെ റിപ്പോർട്ട് ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസ് അറിയിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നവംബർ 11-നാണ് പാർക്കിലെ 10 മാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പ് മന്ത്രിയും സെൻട്രൽ സൂ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പക്ഷിമൃഗാദികളെ മാറ്റിയ ശേഷം 25 മൃഗങ്ങൾ ചത്തതായി വിവരാവകാശ റിപ്പോർട്ടിലുണ്ട്. സെൻട്രൽ സൂ അതോറിറ്റി അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ട് പോലും ഇതുവരെ കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. കാറളത്ത് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകന് കുത്തേറ്റ സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. അയ്യര് വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത്. ഗുരുതര പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 5ഓടെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. പ്രകടനമായി പോവുകയായിരുന്ന BJP പ്രവർത്തകരുമായി സമീപത്തെ ഗ്രൗണ്ടിൽ നിന്നിരുന്ന ഏതാനും DYFI പ്രവർത്തകരുമായി സംഘർഷം നടന്നിരുന്നു. പോലീസും നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. പിന്നീട് പുല്ലത്തറ ഹെൽത്ത് സെന്ററിന് സമീപം എത്തിയപ്പോൾ പ്രകടനവുമായി റോഡിലൂടെ പോവുകയായിരുന്ന BJP പ്രവർത്തകരുടെ ഇടയിലേക്ക് ബൈക്കുകളിലെത്തിയ ഒരു സംഘം യുവാക്കൾ കയറി ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വിഷ്ണുവിന് കുത്തേറ്റത്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിൽ അക്രമ സംഭവങ്ങൾ നടത്തിയ DYFI പ്രവർത്തകർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും BJP പഞ്ചായത്ത് നേതൃയോഗം തീരുമാനിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, ജില്ലാ സെക്രട്ടറി ശ്യാംജി മാടത്തിങ്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, പ്രിയ അനിൽ, സുഭാഷ് പുല്ലത്ര എന്നിവർ സംസാരിച്ചു. എന്നാൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയെയും DYFI മേഖലാ സെക്രട്ടറിയെയും BJP സംഘം ആക്രമിച്ചതായി CPM പ്രവർത്തകർ ആരോപിച്ചു. BJP വിജയാഹ്ലാദത്തിന്റെ മറവിലാണ് കൊലപാതക കേസ് പ്രതികളായ BJP പ്രവർത്തകർ DYFI മേഖലാ സെക്രട്ടറി ദീപേഷിനെയും ബ്രാഞ്ച് സെക്രട്ടറി ഷിബുവിനും നേരെ ആക്രമണം നടത്തിയതെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. TCV ഇരിങ്ങാലക്കുട.
ഏകാദശി നിറവിൽ തൃപ്രയാർ. രാവിലെ നടന്ന കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. 21 ഗജവീരന്മാരാണ് കാഴ്ചശീവേലി എഴുന്നള്ളിപ്പിൽ അണിനിരന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊമ്പൻ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. ഉച്ചയ്ക്ക് കിഴക്കേ നടപ്പുരയിൽ സ്പെഷ്യൽ നാഗസ്വര കച്ചേരിയും തുടർന്ന് മണലൂർ ഗോപിനാഥന്റെ ഓട്ടൻതുള്ളലും അരങ്ങേറി. ഇടവേള. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെട്ടുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നൽകി. പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പരാതിക്കാരുടെ മൊഴിയിൽ പറയുന്ന സമയം PT കുഞ്ഞുമുഹമ്മദ് ഹോട്ടലിലുണ്ട്. ഇതിന് CCTV ദൃശ്യങ്ങൾ തെളിവാണെന്നും പോലീസ് പറയുന്നു. കേസിൽ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയത്. വനിതാ ചലച്ചിത്ര പ്രവർത്തകയാണ് മുൻ MLA കൂടിയായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിടെ ജൂറി അംഗമായ സ്ത്രീയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് ജൂറി ചെയർമാൻ കൂടിയായ കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ള കേസ്. വടക്കാഞ്ചേരി മച്ചാട് രൂപക്കൂടിന്റെ ചില്ല് തകർത്തു. സെന്റ് ആന്റണീസ് പള്ളിയുടെ ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന രൂപക്കൂടിന്റെ ചില്ലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർത്തത്. അക്രമികളെ കണ്ടെത്തി നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഇടവകാംഗങ്ങൾ ആവശ്യപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് KP വിശ്വനാഥന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. മുൻ MLAമാരായ MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, മുൻ മേയർമാരായ IP പോൾ, രാജൻ പല്ലൻ, കോൺഗ്രസ് നേതാക്കളായ KV ദാസൻ, KB ശശികുമാർ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ PS ജയൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, MN ദാസ്, MS മനോജ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കിയ വെങ്കിടങ്ങിലെ UDF സ്ഥാനാർത്ഥികൾക്ക് മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്ഗർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുഹസിൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽതാഫ് തങ്ങൾ, സമീർ തങ്ങൾ, ഷറഫുദ്ദീൻ മാട്ടുമൽ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ഭരണം നിലനിർത്തിയ എളവള്ളി പഞ്ചായത്തിൽ LDF ആഹ്ലാദ പ്രകടനം നടത്തി. പൂവത്തൂരിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. പൂവത്തൂരിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കിഴക്കേത്തലയിൽ സമാപിച്ചു. പാർട്ടിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിലും പ്രകടനത്തിനിടെ ഉണ്ടായ അധിക്ഷേപത്തിലും പ്രതിഷേധിച്ച് CPI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ നിന്നും വിട്ടുനിന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 1ാം വാർഡിൽ തോറ്റ UDF സ്ഥാനാർത്ഥി LDF വിജയാഘോഷ പ്രകടനത്തിൽ പങ്കെടുത്തു. UDFൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച NA ഹനീഫയാണ് ഇടതുമുന്നണിയുടെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. 1ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MB സെയ്തു മുഹമ്മദാണ് 330 വോട്ട് നേടി വിജയിച്ചത്.
LDF സ്ഥാനാർത്ഥി PV ഉസ്മാൻ 171 വോട്ടും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച NA ഹനീഫയ്ക്ക് 149 വോട്ടുമാണ് ലഭിച്ചത്. അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8-9 വാർഡുകളിൽ നിന്ന് വിജയിച്ച വ്യാപാരികളായ CL ജോബിയെയും ബിജു അണ്ടേഴത്തിനെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റ് ആദരിച്ചു. പുത്തൻപീടിക വ്യാപാര ഭവന് മുൻപിൽ നടന്ന ചടങ്ങ് പുത്തൻപീടിക യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ജോസ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജോ ജോർജ്, ജോയ് അരിമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി യൂണിറ്റിൽ നിന്നും 2 സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചായത്തിലേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം LDFന് ആത്മവിശ്വാസം പകരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം BJPക്ക് ആത്മപരിശോധനയ്ക്കുള്ള അവസരമായി മാറുകയാണ്. 22 നിന്നും 25 സീറ്റിലേക്ക് ഉയർന്ന ഭരണം നിലനിർത്തിയ LDF ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും പ്രയോഗിച്ചാണ് വിജയം ഉറപ്പിച്ചത്. BJP ആകട്ടെ ഭരണം പിടിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ തട്ടി കാലിടറി വീഴുകയും ചെയ്തു. 4.5 പതിറ്റാണ്ടുകാലത്തെ തുടർഭരണം നൽകിയ അലസത ഒരു ഘട്ടത്തിൽ LDFന് ഭരണം നഷ്ടമാക്കുമെന്ന സ്ഥിതി സൃഷ്ടിച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ആരോപണ ശരങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഇടതുപക്ഷം വിയർത്തു. നേട്ടങ്ങൾ വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കോട്ടങ്ങൾ പരിഹരിക്കാനും പലപ്പോഴും ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ ഉറച്ച സീറ്റുകൾ നഷ്ടപ്പെടുത്തി. എങ്കിൽ പോലും ടീം LDFന്റെ ചിട്ടയായുള്ള പ്രവർത്തനം കൊടുങ്ങല്ലൂരിൽ ഫലം കണ്ടു. അതേസമയം കഴിഞ്ഞ കാലങ്ങളിലെ സീറ്റ് വർധന സ്വാഭാവികമായും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടുപോയ BJPക്ക് LDFന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ കാലിടറി. കണക്കൻകടവിലെയും VP തുരുത്തിലെയും വിജയമാണ് പാർട്ടിക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത്. 2 ഇടങ്ങളിലും CPIയിൽ നിന്നാണ് വാർഡ് പിടിച്ചെടുത്തത്. എന്നാൽ 2 തവണ തുടർച്ചയായി വിജയിച്ച എൽത്തുരുത്ത്, പെരുന്തോട് വാർഡുകൾ നഷ്ടപ്പെട്ടത് പാർട്ടിയെ ഞെട്ടിച്ചു. വാർഡ് വിഭജനത്തിലൂടെ ഘടന മാറിയ തിരുവഞ്ചിക്കുളം വാർഡും കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത നാരായണമംഗലവും BJPക്ക് ഇക്കുറി നഷ്ടമായി. വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെയാണ് BJP ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് ഫലം വ്യക്തമാക്കുന്നു. എങ്കിലും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് പ്രതീക്ഷ നൽകുന്നുണ്ട്. അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDFന് 3 സീറ്റ് ലഭിച്ചത് ആശ്വാസമായി. കഴിഞ്ഞ വർഷം മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മൂലം നഷ്ടപ്പെട്ട തൈവെപ്പ് വാർഡ് BJPയിൽ നിന്നും തിരിച്ചുപിടിച്ചു. ഒപ്പം കോട്ടയും ചേരമാൻ പറമ്പും നേടി. അതേസമയം കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം 25 വർഷത്തിനു ശേഷവും UDF കൈകളിൽ സുഭദ്രം. 43 വാർഡുകളായി പുനഃക്രമീകരണം നടത്തിയ നഗരസഭയിൽ സ്വതന്ത്രരടക്കം 24 സീറ്റുകളാണ് UDF നേടിയത്. കോൺഗ്രസ് നേതാവ് MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ UDF മത്സരരംഗത്തിറങ്ങിയത്. 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. MP ജാക്സൺ തന്നെ ചെയർമാനാകുമെന്നാണ് സൂചന. LDF 13 സീറ്റുകളും NDA 6 സീറ്റുകളുമാണ് നേടിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബാധിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു LDF നേതാക്കളെങ്കിലും വീഴ്ചയ്ക്ക് ഇതും കാരണമായതായി ഭൂരിഭാഗം പ്രവർത്തകരും കരുതുന്നു. പൊറത്തിശ്ശേരി മാപ്രാണ മേഖലയിൽ നേരത്തെ LDFന് സ്വന്തമായ സീറ്റുകൾ പലതും ഇത്തവണ UDF പിടിച്ചെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കരുത്ത് നൽകാൻ കഴിഞ്ഞ BJP 8 നിന്നും 6 സീറ്റുകളിൽ ഒതുങ്ങി. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ആദ്യ പരാതിക്കാരനായി ഉണ്ടായിരുന്ന MV സുരേഷ് ബാങ്ക് പരിധിയിൽ വരുന്ന വാർഡിൽ 3-ാം സ്ഥാനത്തായി. LDF ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന RL ശ്രീലാൽ മാടായിക്കോണം വാർഡിൽ 20 വോട്ടിന് പരാജയപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റും മുൻ കൗൺസിലറുമായിരുന്ന ആർച്ച അനീഷിനും വിജയം നേടാനായില്ല. TCV ഇരിങ്ങാലക്കുട. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കക്കാട്ട് ഗോവിന്ദൻകുട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസിലെ പ്രമുഖ നേതാവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഗോവിന്ദൻകുട്ടി പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചത്. ജനകീയവേദിയുടെ സ്ഥാനാർത്ഥിയായ ഗോവിന്ദൻകുട്ടി 290 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ജനകീയവേദി പ്രവർത്തകരായ നസീമ ഷംസുദ്ദീൻ, PS ബാലകൃഷ്ണൻ, മുരളി, ജോസ് തറയിൽ, AV ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏളനാട്ടിലെ കേബിൾ TV ഓപ്പറേറ്റർ KS രാജീവ് വീണ്ടും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 24 വർഷത്തിലധികമായി കേബിൾ TV സർവീസ് നൽകിവരുന്ന രാജീവ് കേരള വിഷൻ ഓപ്പറേറ്റർ കൂടിയാണ്. പഴയന്നൂർ പഞ്ചായത്തിലെ വെന്നൂർ വാർഡിൽ നിന്നും 2006-ലാണ് UDF ടിക്കറ്റിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ തിരഞ്ഞെടുപ്പിലും രാജീവ് 73 വോട്ടിന്റെ വിജയം നേടി. രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ വികസനത്തിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് രാജീവ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് വീണ്ടും പഞ്ചായത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അതിനെ മതേതര വിശ്വാസികളും രാഷ്ട്രീയത്തിനതീതമായുള്ള എല്ലാ ജനവിഭാഗങ്ങളും പാർട്ടിയും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത്. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്.
എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് UDF സ്ഥാനാർത്ഥി NK കബീറിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കരിയന്നൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രഘു കരിയന്നൂർ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ KV ഹൈദർ, റസാഖ് എരുമപ്പെട്ടി, MP ഷംസുദ്ദീൻ, സതി മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരുപത്തിനാലാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന്റെ ധ്വജാരോഹണത്തിനുള്ള ധ്വജസ്തംഭ സ്ഥാപനം ഇരുനിലംകോട് ജ്ഞാനകുടീര മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നു. വിശ്വനാഥ അയ്യർ ധ്വജസ്തംഭ പൂജ നടത്തി. സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ, സ്വാമിനി ശിവപ്രിയ, സ്വാമിനി സ്വയംപ്രഭ, പ്രൊഫസർ സാധു തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാഴ്ചയാണ് ധ്വജാരോഹണം. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 35ാമത് തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു. മുൻ കുന്നംകുളം നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KPPA ജില്ലാ പ്രസിഡന്റ് TB ജിനൻ അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, KPPA സംസ്ഥാന പ്രസിഡന്റ് യോഹനാൻ കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം സമീഹ ഹസൻ, സ്വാഗത സംഘം കൺവീനർ P ബിജു ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. AKTA വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഷൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മിനി വിനീഷ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ, യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ, ഏരിയ ട്രഷറർ PV ഇന്ദിര എന്നിവർ സംസാരിച്ചു. CITU അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. നെല്ലുവായ് യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന പതാക ദിനം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PA ബൈജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, PT ദേവസി, AG ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ശങ്കരംകുളങ്ങര അയ്യപ്പ സേവാ സംഘത്തിന്റെ 56ാമത് പൂങ്കുന്നം ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ബാലസു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഗിരീഷ് കുമാർ, കൺവീനർ അനിത ഹരിലാൽ, ചന്ദ്രിക വാസുദേവൻ, നിർമ്മല ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പൂങ്കുന്നം ഡിവിഷൻ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട രഘുനാഥ് C മേനോനെ ചടങ്ങിൽ ആദരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 38ാം സുവിശേഷ മഹായോഗം സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ വികാരി ഫാദർ അഫ്രേം അന്തിക്കാട്, വൈദികരായ പ്രിൻസ് I കോലാടി, തോമസ് കുര്യൻ, ബെനാമിൻ ചിറ്റിലപ്പള്ളി, സ്റ്റെഫാനോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ശ്രീ ദുർഗ മാതൃസമിതിയുടെയും ദേശവാസികളുടെയും നേതൃത്വത്തിലാണ് 11ാമത് ദേശവിളക്ക് നടത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുവാദ്യത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിച്ചു. മാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘം, പട്ടിശ്ശേരി വിളക്ക് സംഘവുമാണ് വിളക്കിന് കാർമ്മികത്വം വഹിച്ചത്. ക്ഷേത്രസമിതി പ്രസിഡന്റ് നാരായണൻ അമ്പക്കാട്ട്, സെക്രട്ടറി ലീല ഉണ്ണികൃഷ്ണൻ, വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശാന്ത കുട്ടപ്പൻ എന്നിവർ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ മോട്ടോർ പമ്പ് സെറ്റിനടിയിൽ നിന്ന് 5 അടിയോളം വലുപ്പമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കാരക്കാട് റോഡിൽ പുത്തൻപുരയിൽ ലത്തീഫിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K സതീഷിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് സ്കൂളിൽ അനുസ്മരണ യോഗം നടത്തി. വെള്ളിക്കുളങ്ങര SHO K കൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.
PTA പ്രസിഡന്റ് PS പ്രശാന്ത്, MPTA പ്രസിഡന്റ് ജിഷ ഹരിദാസ്, പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് സ്വദേശമായ തിരുവനന്തപുരത്ത് വെച്ച് K. സതീഷ് അപകടത്തിൽ മരിച്ചത്. ജില്ലാ മാധ്വധർമ്മ സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂങ്കുന്നം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ ഉടുപ്പി ഭക്ഷ്യമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 18 മുതൽ 21 വരെ നടക്കുന്ന ഭക്ഷ്യമേള കല്യാൺ ജ്വല്ലേഴ്സ് CEO TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്യും. AK ഹരിദാസ്, M വാസുദേവൻ, ശ്രീലത രാമകൃഷ്ണൻ, N മധു, GV സുകുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. സ്വർണം ഗ്രാമിന് 75 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. 12,350 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പവന് 600 രൂപ വർദ്ധിച്ച് 98,800 രൂപയായി. ആളൂർ കളപ്പുരയ്ക്കൽ ശ്രീ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ സഹസ്ര കലശത്തിന് തുടക്കമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി AB ചക്രപാണി, മേൽശാന്തി PG വിഷ്ണു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾ ഈ മാസം 22-ന് സമാപിക്കും. കുന്നംകുളം വെട്ടിക്കടവ് കോൾപ്പടവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വേലായുധൻ, PG ജയപ്രകാശ്, സൗമ്യ അനിലൻ തുടങ്ങിയവർ പങ്കെടുത്തു. 284 ഏക്കറിൽ യന്ത്രസഹായത്തോടെയാണ് കൃഷി ഇറക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,350 രൂപ, പവന് 98,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തു. കേച്ചേരി സ്വദേശി മുബാറക്കിന്റെ കാറാണ് അടിച്ചു തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോർപ്പറേഷനിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയതിനു പിന്നാലെ മേയർ ആരാകുമെന്ന ചർച്ചകൾ തുടരുന്നു. ശ്യാമള മുരളീധരൻ, സുബി ബാബു, ഷീന ചന്ദ്രൻ, ലാലി ജെയിംസ് തുടങ്ങിയവർ പരിഗണനയിൽ. തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ LDF മിന്നും വിജയം നേടിയതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ സജീവം. മേരി തോമസും KS ജയയും പരിഗണനയിൽ. സ്വപ്നം സാക്ഷാത്കരിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി. ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി കേരള വിഷൻ മാറിയെന്ന് മന്ത്രി രാജീവ്. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. നടപടി വൈകുന്നതിൽ പ്രതിഷേധവുമായി പരാതിക്കാർ. കാറളത്ത് BJPയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പ്രവർത്തകന് കുത്തേറ്റ സംഭവം. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തൃപ്രയാർ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. 21 ആനകൾ അണിനിരന്ന കാഴ്ചശീവേലി ഭക്തി നിർഭരമായി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.